രൂപീകൃതമായ കാലം മുതൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിപക്ഷമായി ഉള്ളത് BJP ആണ്. അപ്പോൾ താനൂർ നഗരസഭയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. താനൂർ നഗരസഭ അധ്യക്ഷ ശ്രീമതി നസ്ല ബഷീറാണ് ഇന്ന് ലീഡർ കണക്റ്റിനൊപ്പം ചേരുന്നത്. സ്വാഗതം മാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വനിതാ ലീഗിൽ പ്രവർത്തിച്ച അനുഭവ പരിചയം കൊണ്ടാണ് നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ചുമതലകളിലും എന്തൊക്കെ റിസ്ക് എലമെൻസ് ആണുള്ളത്? ഒപ്പം തന്നെ താനൂർ നഗരസഭ അധ്യക്ഷയായി ഒരു വർഷം പിന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചുമതല കഠിനമാണെന്ന് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ലീഡർ കണക്റ്റിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിനും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചതിന് അതിൽ തന്നെ നന്ദി പറയണം. താങ്ക് യു. വനിതാ ലീഗിലെ സംഘടനാ പ്രവർത്തനങ്ങൾ തന്നെയാണ് പൊതുരംഗത്ത് എന്നെ കരുത്ത് പകർന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഈ ഒരു വലിയ ഉത്തരവാദിത്തം, ഒരു നഗരസഭയുടെ അധ്യക്ഷ എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പൊതുജനങ്ങളോടുള്ള സമീപനവും അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞതും എനിക്ക് വളരെയധികം ധൈര്യം, ആത്മവിശ്വാസവും ഒക്കെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു നഗരസഭയുടെ പ്രവർത്തനങ്ങളിലെ അല്ലെങ്കിൽ താനൂരിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ ആശ്ചര്യജനകമാണ്. അതെ അതെ, തീർച്ചയായും. കാരണം നമ്മളുടെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. താനൂർ നഗരസഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BJP ആണ് പ്രതിപക്ഷത്ത് എന്നുള്ളതാണ്. പലയിടത്തും BJPയെ പല തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ BJPയെ താനൂർ നഗരസഭയിൽ എങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? താനൂർ നഗരസഭയിലെ പ്രതിപക്ഷം BJP എന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യം. കേരളത്തിൽ അത് കുറവാണ്, അതുകൊണ്ടാണ് അത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ താനൂർ നഗരസഭയുടെ സവിശേഷതകളിൽ ഒന്നാണ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രൂപീകൃതമായ കാലം മുതൽ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ണുകൂടിയാണ്. ഇവിടെ മുമ്പ് മന്ത്രി ഉണ്ടായിരുന്ന CPM-ന് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു പ്രതിനിധി പോലും ഇല്ല, ഒരു കൗൺസിലർ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ അവരെ തള്ളി എന്നുള്ളത് നമുക്ക് ഒരു അവസരത്തിൽ പറയാവുന്നതാണ്. അതുകൊണ്ട് കൂടി താനൂര് ശ്രദ്ധേയമാണെന്ന് വേണ്ടി പറയാം. അപ്പോൾ ഇവിടെ പ്രതിപക്ഷമായിട്ട് BJP വരുന്നു എന്ന് പറയുമ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ സാധ്യത പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ചർച്ചയാണ്. ഇപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ പല വിഷയങ്ങളിലും പല രീതിയിലും പല എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വിഷയങ്ങൾ, അവരുടെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വികസന കാര്യങ്ങളിലായാലും നിലപാടുകൾ എടുക്കുമ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കപ്പുറം, ഇപ്പോൾ ഏത് രാഷ്ട്രീയമായാലും ആ വിയോജിപ്പുകൾക്കപ്പുറം നമ്മൾ ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ജനപക്ഷത്തിന് അല്ലെങ്കിൽ ജനക്ഷേമത്തിന് മുൻഗണന നൽകുന്ന തരത്തിലേക്ക് നമ്മളെല്ലാവരും, എല്ലാ കൗൺസിലറും കൂട്ടായൊരു പ്രവർത്തനമാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും അങ്ങനെയുള്ള ഒരു താനൂരിനെ തന്നെയാണ്. യോജിപ്പും വിയോജിപ്പും എല്ലാം ഉണ്ട് എങ്കിൽ കൂടിയും അല്ലേ, ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം തന്നെയാണ് അവിടെ. ഒപ്പം തന്നെ വലിയ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത് പ്രദേശം കൂടിയാണ്, നഗരസഭ പ്രദേശം കൂടിയാണ് താനൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. നമുക്കറിയാം തൂവൽ തീരത്തെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ പല സ്ഥലങ്ങളെയും കൂട്ടിയിണക്കി ടൂറിസം സാധ്യതകൾ, കനോലി കനാൽ ഉൾപ്പെടെ ഉണ്ട് അതിൽ. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ടൂറിസം മേഖലയിലൊക്കെ എങ്ങനെയാണ് താനൂരിൻ്റെ ഒരു സാധ്യതകൾ? ശരിക്കും പറഞ്ഞാൽ ഈ താനൂർ എന്ന് പറയുന്നത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ശരിക്കും നമ്മൾ അതിൻ്റെ ഭംഗി ഇപ്പോൾ പലപ്പോഴും 45 ഡിവിഷനുകളിലായി ഒരു 85,000 ജനസംഖ്യയുമായി ഒരു കൊച്ചു നഗരസഭ. അപ്പോൾ ആ ഒരു നഗരസഭയുടെ ഭംഗി നമ്മൾ ജനങ്ങളുമായി ഇടപഴകി അവരുടെ വിഷയങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഇറങ്ങുന്ന സമയത്താണ് കടലുകളും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വെള്ളം
കൊണ്ട് സമ്പന്നമായ ഒരു നഗരസഭ, ഒപ്പം തന്നെ കാർഷിക മേഖലയും ഒക്കെ. ഇപ്പോൾ അതിൻ്റെ കനോലി കനാൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. കാരണം അത് മുമ്പ് ജലഗതാഗത ആയാലും കാർഷിക വൃത്തിക്കായാലും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ്. പക്ഷേ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കറുത്ത ഞരമ്പ് പോലെ, അല്ലെങ്കിൽ ഒഴുക്ക് തടസ്സപ്പെട്ട മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കനോലി കനാലിനെയാണ് നമ്മൾ കാണുന്നത്. നവാസ് MLA പറഞ്ഞിരുന്നു ഏറ്റവും ഭംഗിയുള്ളതും എന്നാൽ ഏറ്റവും ദോഷവും ഉള്ളതും ഇപ്പം ഈ ഒരു കനോലി കനാലിനെ കൊണ്ടുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും നമ്മൾ പല കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ MLA നമ്മുടെ വി അബ്ദുറഹ്മാൻ സാറ് പിന്നെ MLA ആയിരുന്ന സമയത്തെ നമ്മൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമ്മൾ ആഗ്രഹിച്ച ആളുകൾ. കാരണം അതിന് തൊട്ട് മുന്നേയുള്ള അബ്ദുറഹ്മാൻ എണ്ടത്താണി സാഹിബാണ് ഒരു പരിധിവരെ കനാലിനെ വൃത്തിയാക്കുകയും ആ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ കുടിവെള്ള ക്ഷാമം വരെ അല്ലെങ്കിൽ കുടിവെള്ളം വരെ നന്നായി എന്നുള്ള രീതിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമുക്കത് ക്ലീൻ ആക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളൊരു വസ്തുത. അപ്പോൾ അതിനൊക്കെ ഒരു ചിറക് വെക്കുകയാണ് പുതിയ MLA വന്നതോടുകൂടി. UDFന്റെ ഒരു പ്രതിനിധി നിയമസഭയിലേക്ക് എത്തുകയാണല്ലോ. തീർച്ചയായും. മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞങ്ങൾ താനൂരിനെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അതിവേഗം അറിയാനും മനസ്സിലാക്കാനും അത് കാര്യക്ഷമമായി നടപ്പിലാക്കാനും പ്രവർത്തിക്കുന്ന ഒരു MLAയും കൂടി കൂടെ ഉണ്ട് എന്നുള്ളത് ഇപ്പം നഗരസഭയുടെ കൂടി ഒരു ധൈര്യം തന്നെയാണ്. ഇപ്പം നഗരസഭയുടെ പദ്ധതികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടി ഒരു ഊർജ്ജമാകുമെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ കനോലി കനാല് പിന്നെ എല്ലാ കാലങ്ങളിലും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് മാറ്റി വെച്ചു, പദ്ധതി വെച്ചു. അപ്പോൾ അപ്പോഴൊക്കെയും നമുക്ക് ഒരു സർഫസ് ക്ലീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, അതിന് ഇരുവശങ്ങളിലും നടപ്പാതെ ഒരുക്കൽ എന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് ആ പദ്ധതിയിലേക്ക് വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന MLA ഞങ്ങളോട് അതിൽ ബോട്ട് സർവീസ് കൂടി വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതുകൂടി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. ഇരുവശങ്ങളിലും മാലിന്യ ഡെപ്പോസിറ്റ് വരെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്തുകൊണ്ട് ആ കനാലിനെ പൂർവാധികം ഭംഗിയിൽ ഒഴുകാൻ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു പദ്ധതിയാണ്, ഒരു സ്വപ്നമാണ്. തീർച്ചയായും. അതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ കൂടുതൽ വിപുലീകരിക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ ഒരു ഉയർച്ച, ഒപ്പം തന്നെ നഗരസഭയുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്കും മാറ്റം വരുമല്ലോ അല്ലേ? തീർച്ചയായും. അപ്പോൾ MLA ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളിലൂടെ തീർച്ചയായും താനൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ വരുന്ന ഇനി 4 വർഷങ്ങളെ കൊണ്ട് താനൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കടലോരം എന്ന് പറയുന്ന അല്ലെങ്കിൽ താനൂരിൻ്റെ ബീച്ച്, അവിടുത്തെ അഴിമുഖം എന്ന് പറയുന്ന പൂരപ്പുഴയുമായി ചേരുന്ന ആ ഒരു ഭംഗി, അവിടെയുള്ള അതുമായി ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ ഉന്നതി, ഇതൊക്കെ നമ്മുടെ പദ്ധതിയിൽ വരുന്നതാണ്. തൂവൽ തീരം പേര് പോലെ തന്നെ വളരെ രസകരവും ഭംഗിയുള്ളതുമായ ഒരു കടൽ തീരാണ്. മറ്റെങ്ങും നമ്മളിപ്പോൾ കോഴിക്കോടായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ബീച്ച് ആസ്വദിക്കുന്നതിനേക്കാൾ ഏറെ മനോഹാരിതയുണ്ട് താനൂരിൻ്റെ ബീച്ചിന് എന്നുള്ളത് ഒരു സാധ്യതയാണ്, സത്യമാണ്. ഒരു ഗ്രാമീണ ഭംഗിയും ഒപ്പം തന്നെ കടലിൻ്റെ ഒരു ഭംഗിയും കൂടെ ആസ്വദിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും. ആ ഒരു തൂവൽ തീരത്തെ നമ്മൾ നേരത്തെയൊക്കെ നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പദ്ധതിക്ക് ഒരു രൂപം കൊടുക്കാനും ഈ പറഞ്ഞ പോലെ ടൂറിസം സാധ്യതകൾ അത് നല്ല രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന വിവിധ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളെയൊക്കെ ഒരു കണ്ണ് നനയിച്ച ഒരു അനുഭവമാണ് കഴിഞ്ഞ ബോട്ട് അപകടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോട്ട് അപകടത്തിൻ്റെ ഒരു സ്മാരകം അതുമായി ബന്ധപ്പെട്ട് നഗരസഭ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏതായാലും നഗരസഭയുടെ ടൂറിസം സാധ്യതകൾ താനൂർ തൂവൽ തീരത്തെ സംബന്ധിച്ച് വലിയ യാഥാർത്ഥ്യമാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം അതിനൊരു കുപ്രസിദ്ധിയാണുള്ളത് താനൂർ തൂവൽ തീരത്തിന്. അപ്പം അതിലൊരു മാറ്റം വരട്ടെ, അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ആ ഒരു ട്രോമയിൽ നിന്ന് അവരൊക്കെ അത് മാറട്ടെ. തീർച്ചയായും എല്ലാവിധ ആശംസകളും ആ പദ്ധതിക്ക് എല്ലാം നടക്കട്ടെ എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ താനൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തൊരു വിഷയം പലപ്പോഴായിട്ട് നമ്മൾ അത് വാർത്തയിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അത്തരം ഒരു പ്രതിസന്ധി, മഴയും വെയിലും ഏറ്റ് പലയിടത്തും കുട്ടികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ? ഏത് തരത്തിലാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും. അതായത് താനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിത് കൗൺസിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന അന്വേഷണങ്ങൾ ഇപ്പോൾ PWD അവരോട് നമ്മൾ സ്ഥലം ആവശ്യപ്പെടുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേര് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഗതാഗത കുരുക്ക് എന്ന് പറയുന്നതും. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ബസ് വെയിറ്റിംഗ് ഷെഡുകൾ, ഗതാഗത കുരുക്ക്, അതുപോലെ അതിനോട് ചേർത്ത് പറയാനുള്ള ഒന്നാണ് ഇവിടുത്തെ ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള ആധുനിക രീതിയിലുള്ള മാർക്കറ്റുകൾ. അതൊക്കെ നിലവിൽ താനൂരിൽ നമുക്ക് വളരെ എണ്ണി പറയാവുന്ന തരത്തിലുള്ള മാർക്കറ്റുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് ഒരു നഗരസഭയുടെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് ഞങ്ങൾ മത്സ്യബന്ധന മേഖല കൂടി ആയിട്ട്. അപ്പോൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയും. താനൂരിലെ ജനങ്ങളുടെ അവരുടെ ഒരു ജീവിത രീതി തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്കൊരു ഉന്നതി നൽകാൻ കഴിയുമെന്നൊരു വിശ്വാസം നഗരസഭയ്ക്കുണ്ട്. അതെ, തീർച്ചയായും. ഈ മുസ്ലിം ലീഗിനെ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് താനൂര്. തീർച്ചയായും അവിടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഇടത്തരം തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് സ്വപ്ന പദ്ധതികളാണ് നഗരസഭ അധ്യക്ഷ എന്ന നിലയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതാണ്. നല്ല ചോദ്യമാണ്. കാരണം താനൂരിലെ കുറിച്ച് അല്ലെങ്കിൽ താനൂരിലെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. താനൂർ നഗരസഭ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഒരു മുസ്ലിം ലീഗിനെ നെഞ്ചേറ്റിയ ഒരു നാടുകൂടിയാണ്. തീർച്ചയായും വർഷങ്ങളായി നമ്മളുടെ ഈ ഒരു നിലപാടുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോസ്റ്റൽ മുനിസിപ്പാലിറ്റി കൂടിയാണ്. അതിൻ്റെ റിസ്ക് വേറെയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ നമ്മളെ എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് കരകയറ്റുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു ശാശ്വതമായ വരുമാന മാർഗം കൊടുക്കാൻ പറ്റും, അത് അവിടുത്തെ വിദ്യാഭ്യാസമാവാം, തൊഴിൽ ലഭ്യതയാവാം, സ്ത്രീ ശാക്തീകരണമാവാം, ഇതൊക്കെ അതിന് വിഷയങ്ങളാണ്. അപ്പോൾ അതുമായി ചേർന്ന് നമ്മളെ മനസ്സിൽ ഒട്ടേറെ സ്വപ്ന പദ്ധതികളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അവർക്ക് ഈ സ്വയം തൊഴിലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരുപാട് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് മത്സ്യത്തിൽ. അതായത് അച്ചാർ നിർമ്മാണമൊക്കെ അല്ലെങ്കിൽ ഉണക്കമീൻ എന്നുള്ളതൊക്കെ ഒരു മാർഗം. അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവർക്കൊരു വിപണി കണ്ടെത്താൻ സഹായകരമായിട്ട് എന്തെങ്കിലും പദ്ധതികൾ? ഇപ്പം നമ്മുടെയൊക്കെ താനൂര് എന്ന് പറയുമ്പോൾ ഒരു തീരദേശമാണല്ലോ. അപ്പോൾ ഒരു തീരദേശ വികസനം സാധ്യമാവുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്ത്രീകളിലൂടെയും പഠിക്കുന്ന കുട്ടികളിലൂടെയും യുവാക്കളിലൂടെയൊക്കെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുടുംബശ്രീ യൂണിറ്റുകളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് ഫെയറുകൾ നടത്തി, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളെയും ജോലി കൊടുക്കുന്ന ആളുകളെയും നിർത്തിക്കൊണ്ട് നമ്മൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ തീരദേശവാസികൾക്ക്, അതായത് മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് അവരുടെ സുരക്ഷിതത്വവും അതുപോലെ അവർക്ക് വരുമാന മാർഗത്തിന് ആവശ്യമായ ഉപകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നഗരസഭ ഏറെ മുന്നോട്ട് പോകുന്നു. അതെ അല്ലേ. ഈ കടലോര മേഖലയിലെ ജനങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നേരിടുന്നുണ്ട്. ഈ കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെ വിഷയമാണെങ്കിലും കുടിവെള്ള പ്രശ്നമൊക്കെ ആണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങളെ പൂർണ്ണതോതിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഒരു പരിഹാര നടപടി ഈ 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് നമ്മുടെ മുന്നിലുള്ള ഇനിയുള്ള ഒരു 5 വർഷം എന്ന് നമുക്ക് പറയാൻ അതിൽ ഒരു വർഷത്തോട് അടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ വികസനം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജിലൂടെ സാധ്യമാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല താനൂർ എന്ന് പറയുന്നത് ഒരു കൊച്ചു കേരളം പോലെ ഒട്ടേറെ മത്സ്യ ബന്ധന ഏരിയയും കടലും അതുപോലെ തന്നെ അതേപോലെ കൃഷിക്കാരും ഉള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ മൂര്യാകാപ്പ പോലെയുള്ള കാർഷിക മേഖല വളരെ നല്ല രീതിയിൽ നടക്കുന്നു അവിടെ. അപ്പോൾ ആ തരത്തിലുള്ള താനൂരിനെ നമ്മൾ കാണുമ്പം ആ ഒരു 2 വീക്ഷണവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീരദേശ വികസനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തീർച്ചയായും 1 വർഷമാണ് എത്തിയിട്ടുള്ളൂ. ഒപ്പം തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഇതുവരെ?
ഒരു ഭാഗത്ത് കർഷക തൊഴിലാളികളും ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുമാണ്. രണ്ട് മേഖലയിലും രണ്ട് തരം പ്രവർത്തനങ്ങളാണ് തീർച്ചയായും വേണ്ടത്. അപ്പം ഈ മേഖലകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എന്ത് ശാശ്വത നടപടിയാണ്? അമൃത് 2.0 ആയിട്ട് സഹകരിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതികളിലാണ് നിൽക്കുന്നത്. മിക്കയിടങ്ങളിലും പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ താനൂരിൻ്റെ MLA പ്രത്യേക പരിശ്രമാർത്ഥം അത് ഈ വർഷം, അതായത് 2027 സമഗ്ര കുടിവെള്ള പാക്കേജ് നടപ്പിലാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. MLA ആ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അതോടുകൂടി നമ്മുടെ താനൂരിലെ ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് ജനങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. തീർച്ചയായും. ഇപ്പം ഏറ്റവും കൂടുതൽ A+കളുടെ കണക്കെടുത്താൽ, വിജയ ശതമാനത്തിൻ്റെ കണക്കെടുത്താലൊക്കെ മലപ്പുറം ജില്ല എക്കാലത്തും മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും താനൂരിലെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ വളരെ ഉയർന്ന നിലയിലാണെന്ന് PK നവാസ് MLA തന്നെയാണ്, നമ്മുടെ ലീഡർ കണക്റ്റിൽ തന്നെയാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പം അത്തരം പ്രശ്നത്തെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം കുട്ടികളെ എന്തുകൊണ്ട് ഇവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്നുള്ളതും പഠനം നിലച്ചു പോകുന്നതും സംബന്ധിച്ച് പഠിക്കാൻ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? ഒപ്പം തന്നെ ഇത്തരം കുട്ടികളെ ചേർത്ത് നിർത്തി മുന്നോട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രോപ്പ് ഔട്ട് ഒരു വിദ്യാഭ്യാസ പ്രശ്നം മാത്രമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു അധ്യാപികയായിട്ട് ഒട്ടേറെ കാലം ജോലി ചെയ്തു. അപ്പോൾ അതിനിടയിലൊക്കെ വന്നു പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് ശരിക്കും പറഞ്ഞൊരു സാമൂഹിക വിഷയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം സാധാരണക്കാരായ ആളുകളുടെ മക്കളാണ്. അതായത് ഒരു സ്കൂളിൽ നിന്ന് കുട്ടി പിൻവലിയുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടകം ആണ് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ പെൺകുട്ടികളെയൊക്കെ നേരത്തെ വിവാഹം കഴിച്ചയക്കുന്നു. ആൺകുട്ടികൾ ഒരു 10ാം ക്ലാസ്സോ ഇനി 12ാം ക്ലാസ്സോ കഴിയുമ്പോഴേക്ക് അവർ ജോലി തേടി പോകുന്നു എന്നുള്ളത് ഇത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം അതിനെ മറികടക്കാൻ നഗരസഭയ്ക്ക് എന്ത് ചെയ്യാനാകുമെന്നതാണ് ചോദ്യം. അതെ, അതായത് താനൂർ നഗരസഭ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയെപ്പോലും പിന്നിലേക്ക് വിടാത്ത ഒരു നഗരസഭ ആവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കം എന്നോണമാണ് നമ്മളിപ്പോൾ കുടുംബശ്രീയുടെ കീഴിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോബ് ഫെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. അവർക്ക് വേണ്ടുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ പരീക്ഷകളിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ വിജയ ശതമാനം എടുത്ത സമയത്ത് LSSൽ, USSൽ, NMMSൽ ഒക്കെ നിരവധി കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അത് ടീച്ചേഴ്സ് പോലും പറയുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി അങ്ങനെ ഒരു വിജയം ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ താനൂരിലെ കുട്ടികളുടെ കഴിവ് അസാധ്യമാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കൊടുക്കുന്നതും അവരെ കൂടുതൽ സ്കൂളിലേക്ക് ആകർഷിക്കും എന്നുള്ളൊരു, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവത്തിലേക്ക് ആകർഷിക്കുന്നതാണല്ലോ. ഒപ്പം തന്നെ മാം, ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അതിൻ്റെ അനിവാര്യതയും ഉണ്ടല്ലോ ഈ കാലത്ത്. തീർച്ചയായും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കൂടി ഈ കീ പോസ്റ്റുകളിൽ സ്ത്രീകൾ ഇരിക്കുമ്പോൾ മെയിൽ ഈഗോയ്ക്ക് അവർ ഇരകളാകുന്നു എന്നത് നമ്മൾ ഒരു യാഥാർത്ഥ്യം തന്നെയായിട്ടാണ് പലരുടെയും അനുഭവങ്ങളിൽ നമ്മളത് കേട്ടിട്ടുള്ളത്. അത്തരത്തിൽ അനുഭവങ്ങളുണ്ടോ? അങ്ങനെ മനോഭാവം വെച്ച് പുലർത്തുന്നവരോട് എന്താണ് നഗരസഭാ അധ്യക്ഷ താനൂരിൻ്റെ, അത് ചെറിയൊരു നഗരസഭയല്ല, വലിയൊരു നഗരസഭയെ നയിക്കുന്ന അങ്ങേക്ക് എന്താണ് അത്തരം മനോഭാവമുള്ളവരോട് പറയാനുള്ളത്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയിട്ടില്ല. താനൂരിനെ സംബന്ധിച്ച് സ്ത്രീ പുരുഷൻ എന്ന ഒരു ഈഗോ എനിക്ക് ഫീൽ. ശരി, ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നതോ ഇങ്ങനെ ഒരു ചെയർപേഴ്സൺ ആയിരിക്കുന്നതോ ഒക്കെ ഈ ഒരു 50% സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അങ്ങനെ ഒരു എനിക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അല്ല, പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മൾ ഒരുപാട് FB പോസ്റ്റുകളാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ അത്തരം മനോഭാവമുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. കീ പോസ്റ്റിൽ സ്ത്രീകൾ അർഹരല്ല എന്നുള്ള നിലയ്ക്കാണ് അത്തരം മെയിൽ ഈഗോകൾ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മളൊക്കെ മാതൃകയാക്കുന്ന ഒട്ടേറെ സ്ത്രീരത്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അല്ലെങ്കിൽ അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ എന്നുള്ള രീതിയിൽ ഒട്ടുമിക്ക സ്ത്രീകളും ചിന്തിക്കുന്നുണ്ടാവണം. പക്ഷേ അത് പുരുഷന്മാരിൽ ഒരു സ്ത്രീ ആവുന്നത് കൊണ്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്, അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ആയിരിക്കാം ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ കിട്ടിയ അവസരം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പെൺകുട്ടികൾ തയ്യാറാവണം എന്നുള്ളതാണ്. മാത്രമല്ല സമൂഹത്തിന് മുന്നിൽ
പിന്നെ ഇപ്പോൾ ഇവരെ കണ്ട് പഠിക്കുക എന്ന് ഏതൊരു വീട്ടിൽ നിന്നും പറയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത് വീട്ടിൽ നിന്ന് തന്നെ വളർത്തിക്കൊണ്ട് വരണം അല്ലേ? കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഇപ്പോൾ റെസ്പെക്റ്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ ഉപദേശിക്കുന്നതിനാൽ കൂടുതൽ എൻ്റെ മകനെയാണ് ഉപദേശിക്കാറ്. കാരണം ഒരു പെൺകുട്ടിയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വളരുന്ന ഒരു ആൺകുട്ടിക്ക് ഒരിക്കലും ഒരു കീ പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു കൊളീഗായിട്ടോ ഒരു പെൺകുട്ടി വരുമ്പോൾ മിസ്ബിഹേവ് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. അല്ല, ശരിക്കും ഇതെല്ലാം കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ തുടങ്ങേണ്ടത്. തീർച്ചയായും. ഒപ്പം തന്നെ ഇപ്പം കാലം ഏറെ വൈകിയാണെങ്കിലും മുസ്ലിം ലീഗിന് ഒരു വനിതാ MLA ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗിന് വനിതാ ലീഗിൽ നിന്ന് ഒരു MLAയോ മന്ത്രിയോ ഒക്കെ വരാൻ ഏറെ വൈകിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, മുകളിലെത്താൻ അല്പം വൈകിയെങ്കിലും താഴെത്തട്ടിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങി എന്നുള്ളൊരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. കാരണം നമ്മളിപ്പം ഇന്നൊരു നഗരസഭയെ നയിക്കുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ നാളത്തെ നമ്മൾ ഇന്ന് പറയുന്ന പോലെയുള്ള പല പോസ്റ്റുകളിലും പല സ്ത്രീകളും എത്തിപ്പെടാനുള്ള ഒരു വഴി തുറന്നിട്ടുണ്ട്. തീർച്ചയായും. അപ്പം എത്രയും പെട്ടെന്ന് മലപ്പുറത്ത് നിന്ന് അങ്ങനെ തന്നെ ഒരു MLA മന്ത്രിക്ക് ആകുമ്പോൾ അതിൽ നസ്ല ബഷീറിന്റെ പേര് കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ ആഗ്രഹമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ആശംസ കൂടി അറിയിക്കുകയാണ്. ഒപ്പം ഈ തിരക്കിനിടയിലും ഈ പലയിടത്തും ഫ്ലഡും വെള്ളം കയറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ തിരക്കിനിടയിലും കേരള വിഷന്റെ ലീഡർ കണക്റ്റിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.